ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂരിൽ റിഫ്രഷ്മെന്റിന് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ടിട്ട് മനസ്സിലായോ? കബൺ പാർക്ക്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്ലേസ് തന്നെയല്ലേ ഇത്. നേരെ പോയത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ദാ വരുന്നു കൂ 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 തീവണ്ടി. ഊട്ടിയിൽ മാത്രമല്ല, ഇവിടെയും ഉണ്ട് ടോയ് ട്രെയിൻ. ഇതെന്താ ഗൊറില്ല കുഞ്ഞുങ്ങളാണോ? ബോട്ടിങ്ങിന് പോയാലും തുറച്ചു നോക്കി നിൽക്കുന്ന ആളെ കണ്ടോ? ഒരു വലിയ ഡ്രാഗൺ. തുരങ്കത്തിൽ ദാ വരുന്നു പിന്നെയും നമ്മുടെ തീവണ്ടി. ടോയ് ട്രെയിനിൽ കയറിയില്ല, കാരണം എനിക്ക് നടക്കാനാണ് ഇഷ്ടം. ഇതെന്ത് മരം? ബോംബാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. ഈ മരത്തിന്റെ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അയ്യോ, ഇതാ കാണ്ടാമൃഗം ആ പീക്കോക്കിന്റെ കഴുത്ത് കടിച്ചു മുറിച്ചല്ലോ. ആരുമില്ലേ ഇവിടെ ഇവരെ ഒന്ന് പിടിച്ചു മാറ്റാൻ? ഇതാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ഓൾമോസ്റ്റ് 300 ഏക്കർ ഉണ്ട് കബൺ പാർക്ക് എന്നാണ് എന്റെ അറിവ്. ഈ കോൺക്രീറ്റ് ജംഗിളിൽ മരം കാണണമെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ പോകണം. ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ കണ്ണിൽ പെട്ടത് ഒരു ചെറിയൊരു കായാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ കുറച്ചെണ്ണം എടുത്തു, കാരണം ഇനി എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കാമെന്ന് കരുതി കുറച്ചെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പൈൻമരത്തിന്റെ കായുടെ ചെറുതുപോലെ ഇത്. എന്ത് മരമാണെന്നൊന്നും മനസ്സിലായില്ല, എന്നാലും കുറച്ചെണ്ണം എടുത്തു. ബൊക്കെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കളക്ട് ചെയ്യുന്നത് അതെൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിനും റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ട് വന്നവരും ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയത് ലേറ്റ് ആയിട്ടാണ്. ആ ടൈമിൽ സെക്യൂരിറ്റീസ് എല്ലാവരെയും പുറത്താക്കി ഗേറ്റ് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നടന്നിട്ട് നമ്മളും പുറത്തേക്ക് പോയി.
ഇവിടുത്തെ ട്രീസിന്റെ പേരൊന്നും എനിക്കറിയില്ലെങ്കിലും ഒരുപാട് വെറൈറ്റി ട്രീസ് ഇവിടെയുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ കൂളിംഗ് ആണ്. ഇവിടെ എൻട്രി ഫീസ് ഇല്ല. പിന്നെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഹോഴ്സ് റൈഡിങ്, കിഡ്സിന് പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊരു ഭംഗിയല്ലേ ഈവനിങ്ങിൽ ഇങ്ങനെ ഈ മരങ്ങൾക്കിടയിൽ കൂടെയൊക്കെ നടക്കാൻ, എന്ത് രസമാണ്. സിറ്റിയിലുള്ളവർക്ക് നടക്കാനും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വരണം കേട്ടോ. എല്ലാവരും പോയത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഭയങ്കര ക്വയറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബേർഡ്സിന്റെ സൗണ്ടും ഒക്കെ നന്നായിട്ട് കേൾക്കായിരുന്നു. അവിടെ നിൽക്കണ കാക്കേ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.